السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. കയറാൻ വൈകുന്നുണ്ടല്ലോ. ഇന്ന് ആൾക്കാർ കുറവാണ്. എങ്ങനെ? അല്ല, ആൾക്കാർ ആരും വന്നില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ല. എങ്ങനെ? ഇപ്പൊ എങ്ങനെയുണ്ട്? പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. ആശ്വാസം. ഒരു യാത്ര ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പമൊന്നുമില്ല, ആശ്വാസമുണ്ട്. തുടങ്ങാല്ലേ? അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു അലാ റസൂലിഹിൽ കരീം. നമ്മൾ നോമ്പിന്റെ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അതിന്റെ ബാക്കി പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോമ്പിന്റെ അത്യാവശ്യം ചില മസലകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഇനി നോമ്പിലെ സുന്നത്തായ ചില കാര്യങ്ങൾ, നോമ്പുമായി ബന്ധപ്പെട്ട് സുന്നത്തായ ചില കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, നോമ്പ് ഉള്ള ആള് തഅജീലുൽ ഫിത്ർ, അതായത് സമയമാകെ ആയാൽ നോമ്പ് തുറക്കുന്നത്
നോമ്പ് മുറിക്കുന്നത് വൈകിക്കാതിരിക്കുക. സമയമായെന്ന് ഉറപ്പായാൽ മാക്സിമം നേരത്തെ തന്നെ നോമ്പ് തുറക്കണം. പിന്നെ അത് വൈകിച്ചു കൊണ്ടുപോകണം. വെള്ളം കൊണ്ടോ എന്താണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നോമ്പ് തുറക്കണം. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. ജനങ്ങൾ നന്മയിലായിരിക്കും, ഖൈറിലായിരിക്കും. മാ അജ്ജലുൽ ഫിത്ര, നോമ്പ് നേരത്തെ തുറക്കുന്ന സമയങ്ങളിൽ കാലത്തോളം എന്ന് പറഞ്ഞാല് അതൊരു നന്മയുടെ അടയാളമാണ് എന്നർത്ഥം. ബുഖാരിയുടെ ഹദീസാണത്. നോമ്പ് നേരത്തെ തുറക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സമയമായ നമുക്ക് വൈകിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഹാർഡായിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഉണക്കി ഉണ്ടാകുന്ന കാരക്ക, തമ്ര് എന്ന് നമ്മൾ അറബിയിൽ പറയുന്ന അത് ഉപയോഗിക്കും. ഇനി അതും ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ സാധാരണ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കും. എല്ലാം ചേർക്കുന്നത് നല്ലതാണ്. ഈത്തപ്പഴവും വെള്ളവും അല്ലെങ്കിൽ കാരക്കയും വെള്ളവും ഒക്കെ ചേർത്ത് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെ. പിന്നെ നോമ്പിന്റെ വേറൊരു സുന്നത്ത് തഖീറു സുഹൂറ, ഇടയത്താഴം കഴിക്കുന്നത് മാക്സിമം വൈകിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയത്താഴം കഴിക്കുന്നതിന്റെയും സുബഹി ബാങ്കിന്റെയും ഇടയിൽ 50 ആയത്തുകൾ ഓതുന്നതിനുള്ള സമയമുണ്ടായിരുന്നു എന്നാണ് റിവായത്ത്. നമ്മളതാണ് സാധാരണഗതിയിൽ ഒരു 15 മിനിറ്റ് അത്താഴ വിരാമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്യാപ്പ് കൊടുക്കാൻ. അപ്പോ അത് ഏകദേശം ആ ടൈമാണ് നമുക്ക് വിചാരിക്കാം. പിന്നെ പകല് വിശ്രമിക്കുന്നത് നല്ലതാണ്. കൈലൂല ഉറങ്ങുന്നത്, അത് രാത്രി തഹജ്ജുദ് തറാവീഹ് നമസ്കരിക്കുന്ന, തഹജ്ജുദിന് നേരത്തെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനൊക്കെ സഹായകമാണ്. തന്നെയല്ല ഉച്ച സമയത്തൊന്ന് വിശ്രമിക്കുന്നത് കൈലൂല, അത് പ്രത്യേകം സുന്നത്തുമാണ്. പിന്നെ തർക്കുൽ ഹജ്രി മിനൽ, അനാവശ്യമായ സംസാരം, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക. ഇതും ആവശ്യമാണ്. ചിലപ്പോ സംസാരം എന്താവും, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ കാര്യം ഗീബത്ത്, നമീമത്ത് പോലുള്ളതൊക്കെ നമ്മുടെ സംസാരത്തിൽ വന്നുപെടാൻ സാധ്യതയുണ്ട്. മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരം നിയന്ത്രിക്കുക, കുറയ്ക്കുക. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, അത് മണത്തുക, ഇതെല്ലാം നോമ്പിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഭക്ഷണം അത്യാവശ്യം വേണമെങ്കിൽ ഭക്ഷണം രുചിച്ചു നോക്കുന്നതിന്, പാചകം ചെയ്തതിന് ഉപ്പ് ശരിയാണോ എന്നൊക്കെ അറിയുന്നതിന്, രുചിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കീഴ്പോട്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല. കഴിയുന്നിടത്തോളം ജനാപത്ത് കുളി പോലുള്ള കാര്യങ്ങൾ നോമ്പിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, സുബഹിക്ക് പ്രഭാതത്തിന് മുമ്പ് തന്നെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ റമദാനിൽ കൂടുതലായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഷരീഫ് കൂടുതലായിട്ട് ഓതുക. അതുപോലെ ഖുർആൻ ഷരീഫ് കൂടുതലായിട്ട് പഠിക്കുക, വായിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി റമദാനിൽ ഖുർആന്റെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതി കേൾപ്പിക്കുമായി എന്ന റിവായത്തിൽ വരുന്നത്. തങ്ങൾ വഫാത്താകുന്ന വർഷം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു എന്ന് പറയും. അതുകൊണ്ട് റമദാനിൽ നമ്മൾ കൂടുതലായിട്ട് ഖുർആൻ ഷരീഫ് ഓതണം. അതുപോലെ കൂടുതൽ ഇഅ്തികാഫ് സമയം ചെലവഴിക്കണം. പള്ളിയിൽ കയറുമ്പോൾ എപ്പോഴും ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്യുക. പോലുള്ള ദുആകൾ ചെയ്തിട്ട്, പോലുള്ള നിയ്യത്ത് ചെയ്തിട്ട് മനസ്സിൽ കരുതിയാലും മതി, ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇഅ്തികാഫ് പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. കാരണം ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷയുള്ള രാവുകളാണ് ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ, അവസാനത്തെ 10 രാവുകൾ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷയുള്ള ദിവസങ്ങളാണ് അവസാനത്തെ 10. പല അഭിപ്രായം പറയുന്നത് അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ എന്നുള്ള അഭിപ്രായം പണ്ഡിതന്മാരും വളരെ പ്രബലമായി തന്നെ നിവേദനം റിപ്പോർട്ട് ചെയ്യുന്ന അഭിപ്രായപ്പെടുന്ന ഒരഭിപ്രായം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് മുൻപിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ
ചില നോമ്പുകൾ പിടിക്കൽ ഹറാമായ ദിവസങ്ങളുണ്ട്. നോമ്പ് പിടിക്കൽ ഹറാമാണ്. കറാഹത്തുള്ള നോമ്പുണ്ട്, സുന്നത്തായ നോമ്പ്. ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ. ഹറാമായ നോമ്പെന്ന് പറയുന്നത് 5 ദിവസത്തെ നോമ്പ് ഹറാമാണ്, പിടിക്കാൻ പാടില്ല. 1, 2 പെരുന്നാൾ ദിവസം. പെരുന്നാൾ ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ല, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അതുപോലെ 3 ദിവസം അയ്യാമു തശ്രീഖിന്റെ, അതായത് വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3 ദിവസം നോമ്പ് പിടിക്കാൻ ണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു. വലിയ പെരുന്നാൾ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗമി യൗമിൽ ഫിത്രി വ യൗമൻ നഹർ. ചെറിയ പെരുന്നാളിന്റെ ദിവസവും അതുപോലെ യൗമൻ നഹർ വലിയ പെരുന്നാളിന്റെ ദിവസവും നോമ്പ് പിടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട് എന്ന് ബുഖാരിയുടെ നിവേദനത്തിൽ വരും. അതുപോലെ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലും നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അയ്യാമു തശ്രീഖ് ഒതുക്കുന്നില്ല. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങള് തിന്നാനും കുടിക്കാനും അള്ളാഹുവിനെ സിക്ർ ചെയ്യാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ദിവസങ്ങളാണ് എന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമിന്റെ നിവേദനത്തിൽ ഈ ഹദീസ് വരും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നോമ്പ് പിടിക്കുന്നു. ഭർത്താവിന്റെ അനുവാദം സ്ഥലത്തുണ്ടെങ്കിൽ ഭർത്താവിന്റെ അനുവാദത്തോടു കൂടെ വേണം എന്ത് ചെയ്യാൻ, നോമ്പ് പിടിക്കാൻ. അല്ലെങ്കിൽ അത് തെറ്റായി തീരുക. ഇനി ചില ദിവസങ്ങൾ നോമ്പ് പിടിക്കുന്നത് കറാഹത്തുണ്ട്. 1 ഷക്കിന്റെ ദിവസത്തിലുണ്ട് യൗമു ഷക്ക്, അതായത് ഷാബാന്റെ 30-ാമത്തെ ദിവസം. 30 ദിവസം 30 ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റമദാൻ ആകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ദിവസത്തിൽ നോമ്പ് നിലാവ് കണ്ടോ കേട്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ നോമ്പ് പിടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. മൻ സാമ അൽ യൗമല്ലദീ യശുക്കു ഫീഹി നാസു ഫഖദ് അസാ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. തിർമിദിയുടെ റിവായത്തിൽ വരുന്നുണ്ട്, ഒരാള് ജനങ്ങള് നാളെ നോമ്പാണോ ഇല്ലേ എന്ന് സംശയിക്കുന്ന രാത്രി ആ ദിവസത്തിൽ നോമ്പ് പിടിച്ചാൽ പ്രവാചകനെ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് തിർമിദിയുടെ റിവായത്തിൽ വരുന്നു. അതുകൊണ്ട് ആ ഉറപ്പിച്ചാൽ നോമ്പ് പിടിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, നോമ്പ് പിടിക്കാൻ പാടില്ല. റമദാനാണെന്നുള്ള ഉറപ്പ് വന്നാൽ നോമ്പ് പിടിക്കാം. സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നോമ്പ് പിടിക്കുന്നത് കറാഹത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, കുറച്ച് കടുത്ത കറാഹത്ത്. പിന്നെ ഒരാളുടെ സാധാരണഗതിയിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച പോലുള്ള നോമ്പ് പിടിക്കുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളെങ്കിൽ അന്ന് നോമ്പ് പിടിക്കുന്നതിന് വിരോധമില്ല ആ നെയ്യത്ത്. അതുപോലെ ശാബാൻ 15-ന് ശേഷമുള്ള ദിവസങ്ങൾ, ശാബാൻ 15-ന് ശേഷമുള്ള ദിവസങ്ങൾ ഒരാൾ അതിന് മുമ്പുള്ള ദിവസം തുടർച്ചയായിട്ട് നോമ്പ് തുറന്ന് വരികയാണെങ്കിൽ അയാൾക്ക് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഷാബാൻ 15-ന് ശേഷമുള്ള ദിവസങ്ങൾ നോമ്പ് പിടിക്കാൻ നിരോധിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ബഖിയ നിസ്ഫു ഷാബാൻ ഫലാ തസ്ഉം. ഷാബാൻ 15 ദിവസം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ നോമ്പ് പിടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതായിട്ട് തിർമിദിയിൽ വരുന്നുണ്ട്. എന്നാൽ ഇതും ഈ പറഞ്ഞ പോലെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച പോലുള്ള നോമ്പ് പിടിക്കൽ പതിവായ ആളാണെങ്കിൽ എന്ത് ചെയ്യാം, നോമ്പ് പിടിക്കുന്നതിന് വിരോധം. അതുപോലെ ഫർളുള്ള ആളുകൾ, ഫർള് ഖദാ ഉള്ള ആളുകൾ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പാടില്ല. വാസ്തവത്തിൽ സുന്നത്ത് ഫർള് ഖദാ വിട്ടാണ് വേണ്ടത്. അതുപോലെ കറാഹത്താണ് വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പ് പിടിക്കാം. അതിന് മുമ്പോ ശേഷമുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളിയാഴ്ച മാത്രം നോമ്പ് പിടിക്കാം. അതുപോലെ ശനിയാഴ്ച നോമ്പോ അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം നോമ്പ് പിടിക്കാം. കാരണം അത് യഹൂദി നസാറാക്കൾ ആദരിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് അവരോട് സാദൃശ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പിന്നെ സൗമുദ്ദഹർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് സൗമുദ്ദഹർ എന്താ, വർഷം മുഴുവൻ നോമ്പ് പിടിക്കുക, വർഷം മുഴുവൻ നോമ്പ് പിടിക്കുക. ഇതും പാടില്ലാത്തതാണ്. കാരണം മനുഷ്യപരമായി തകർന്നു പോകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. അത് തഹരീമിന്റെ കറാഹത്താണ്, കടുത്ത.
അതുപോലെ ഇതൊക്കെ ഹറാമായ മക്രൂഹായ നോമ്പുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇത് സുന്നത്താണ് നോമ്പുകൾ. സുന്നത്തായ നോമ്പുകൾ എന്ന് പറയുന്നത് ചില നോമ്പുകളുടെ പ്രധാനപ്പെട്ട നോമ്പുകളുണ്ട് സുന്നത്ത്. ഒന്ന്, തിങ്കളാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്താണ്, എല്ലാ തിങ്കളാഴ്ചയും. അതുപോലെ വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കൽ സുന്നത്ത്. ഈ ദിവസം നോമ്പ് പിടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല താല്പര്യം കാണിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്. കാരണം അന്ന് അമലുകൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ദിവസമാണ്. അപ്പൊ ആ ദിവസം നോമ്പുകാരനായിരിക്കെ എന്റെ അമല് അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു, താല്പര്യം കൊണ്ട് എനിക്ക് ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന് പ്രധാനപ്പെട്ട നോമ്പ് അറഫാ ദിവസത്തെ നോമ്പ്. അറഫാ ദിവസത്തെ നോമ്പ് സുന്നത്താണ്, ഹാജി അല്ലാത്തവർക്കാണ്. ഹജ്ജിന് പോയിരിക്കുന്ന ആളുകൾക്കും അറഫാ നോമ്പ് സുന്നത്തില്ല. അവിടുത്തെ അറഫയുടെ ദിവസത്തുള്ള ഇബാദത്തിലും ദുആയിലും മറ്റു കാര്യങ്ങളിലും ഇസ്തിഗ്ഫാറിലും തൗബയിലും ഒക്കെ മശൂറാകേണ്ടതാണ്, വ്യാപകമാകേണ്ടതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാത്തവർക്കാണ് നോമ്പ് സുന്നത്തും. ദുൽ ഹജ്ജ് 9ാമത്തെ ദിവസമാണ് നോമ്പ് പിടിക്കേണ്ടത്. പൊതുവെ അറഫയുടെ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് പൊതുവെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. മക്കത്ത് അറഫ നടക്കുന്ന ഹജ്ജ് നടക്കുന്ന ദിവസം, അതായത് അറഫ നമ്മൾ ടിവിയിലും മറ്റുമൊക്കെ കാണും, മൊബൈലിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അവിടെ അറഫയിൽ കൂടിയ ദിവസമാണോ നോമ്പ് പിടിക്കേണ്ടത്? അത് നമ്മുടെ ഇവിടുത്തെ കണക്കനുസരിച്ച് ദുൽ ഹജ്ജ് 9ന്റെ ദിവസമാണോ നോമ്പ് പിടിക്കുന്നത് എന്ന് പൊതുവെ ഒരു സംശയം ആളുകൾ ഉന്നയിക്കാറുണ്ട്. വാസ്തവത്തില് നമ്മുടെ കണക്കനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഓരോ അമലുകളും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നോമ്പ് പിടിക്കുന്നത്, റമദാനിൽ നോമ്പ് പിടിക്കുന്നത്, പെരുന്നാള് നമ്മൾ ആഘോഷിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ കണക്കനുസരിച്ചാണ്, നമ്മുടെ ഇവിടുത്തെ നിലാവിന്റെ നില അനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടി വിയിലൊക്കെ അറഫയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടാവും. അതൊരു ഐക്യദാർഢ്യമാണ്. അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു ഐക്യദാർഢ്യത്തിന്റെ ആവശ്യമില്ല. നമ്മളോട് അമൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ നിലാവിന്റെ നില അനുസരിച്ചും പിറ അനുസരിച്ചും. അതുകൊണ്ട് നമ്മുടെ 9 ഏതാണോ ആ ദിവസമാണ് നമ്മൾ ചെയ്യുന്നത് നോമ്പ് പിടിക്കേണ്ടത് എന്നാണ് ഞാൻ പണ്ഡിതന്മാരുടെ തീരുമാനം ആയിപ്പെട്ടു. ഇതുപോലെ നമ്മൾ പെരുന്നാള്, നോമ്പ്, മറ്റൊരു കാര്യങ്ങൾ ഇവിടുത്തെ അനുസരിച്ചാണല്ലോ. ഇതിപ്പോ നമ്മളവിടെ നിൽക്കുന്നത് കാണുന്നു എന്ന ഈ പുതിയ ലോകത്തെ ഒരവസ്ഥ കൊണ്ടുണ്ടാകുന്ന ആവശ്യമില്ലാത്തൊരു സംശയം ആണ് വാസ്തവത്തിൽ. അതുകൊണ്ട് അതിന് അർത്ഥമില്ല. എല്ലാ കാര്യങ്ങളും പോലെ നമ്മൾ നിലാവിനെ ആശ്രയിച്ച് ചെയ്യുന്നത് പോലെ ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മളന്ന് നോമ്പ് പിടിച്ചാല് ഈ യൗമ അറഫയാണ് 9ന്റെ, പിറ്റേ ദിവസം പെരുന്നാളാണ്. അപ്പൊ നമ്മൾ അറഫയുടെ ദിവസം നോമ്പ്, അവിടുത്തെ 9 അവിടെ അറഫയുടെ ദിവസം നോമ്പ് പിടിച്ച ഒരു ദിവസം നമുക്ക് പെരുന്നാള് പിറ്റേ ദിവസം ആണെങ്കിൽ ഈ അറഫയുടെ ദിവസവും പെരുന്നാളിന്റെ ദിവസവും ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും. അങ്ങനെ ഒരു ദിവസം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ക്രമം നിബിധങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അറഫയുടെ ദിവസം അവിടെ നിൽക്കലാണെങ്കിലും നമ്മൾ നോമ്പ് പിടിക്കലാണെങ്കിലും പിറ്റേ ദിവസം പെരുന്നാൾ, അതിനിടയിൽ ഒരു ദിവസം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. അപ്പോ അതുകൊണ്ട് അറഫയുടെ ദിവസം എന്താണ് പ്രത്യേകിച്ച് നോമ്പ് പിടിക്കല് വളരെ പ്രാധാന്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ നോമ്പ് വളരെ പ്രധാനമായ സുന്നത്താണ് ഹാജിമാരല്ലാത്തവർ. അതുപോലെ തന്നെ 9-10 മുഹറം 9-10 താസുവ, ആഷൂറ, ഈ നോമ്പ് പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നോമ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 10ാമത്തെ ദിവസം നോമ്പ് പിടിക്കാം. ഒരാൾക്ക് 9 പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ 10ഉം 11ഉം ആകുന്നതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 9ാമത്തെ ദിവസം തങ്ങൾ നോമ്പ് പിടിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 9ാമത്തെ ദിവസം കൂടെ നോമ്പ് പിടിക്കും എന്ന് തങ്ങൾ പറയുണ്ടായി. പക്ഷെ തങ്ങൾ വഫാത്തായി പോകാറുണ്ടായി. അപ്പൊ അതുകൊണ്ട് തങ്ങൾ നോമ്പ് പിടിച്ചിട്ടില്ല. പക്ഷെ പിടിച്ചിട്ടില്ലെങ്കിലും നോമ്പ് പിടിക്കാൻ 9ാമത്തെ ദിവസവും കൂടെ നോമ്പ് പിടിക്കാൻ നമ്മളോട് പ്രത്യേകിച്ചും ഈ ഹദീസിലൂടെ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടു. മുഖാലഫത്തിൽ യഹൂദാണ് വാസ്തവത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഹൂദികൾ ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. അപ്പൊ അവരോട് മുഷാബഹത്ത്, സാദൃശ്യം വരാതിരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 9ാമത്തെ ദിവസം കൂടെ നമ്മളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. അത് പറ്റിയില്ലെങ്കിൽ 11ാമത്തെ ദിവസം പിടിക്കാമെന്ന് ഫുഖഹാക്കൾ വ്യക്തമാണ്.
അതുപോലെ ഷവ്വാലിന്റെ 6 നോമ്പ്, ചെറിയ പെരുന്നാളിന് ശേഷമുള്ള 6 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നത് പ്രത്യേക സുന്നത്താണ്. 6 ദിവസം എന്ന് പറയുന്നത് ഷവ്വാലിന്റെ 6 നോമ്പ് തുടർച്ചയായി പിടിക്കാം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പെരുന്നാളിന്റെ പിറ്റേ ദിവസം പോലെ തുടർച്ചയായിട്ട് 6 ദിവസം നോമ്പ് പിടിക്കാം. മനസ്സിലായി? അപ്പോ ഇങ്ങനെ അങ്ങനെ പറ്റിയില്ലെങ്കിൽ വിട്ടുവേണമെങ്കിൽ ഷവ്വാൽ മാസത്തിലെ ബാക്കി ദിവസങ്ങളിലും മാസം തീരുന്നതിന് മുമ്പ് നോമ്പ് പിടിച്ചാലും മതിയാകുന്നതാണ് 6 നോമ്പ്. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഓരോ നന്മകളും 10 ഇരട്ടിയാണ് അതിന് പ്രതിഫലം കൊടുക്കപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പൊ റമദാന്റെ നോമ്പ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. അപ്പൊ അതിന് നമ്മൾ 10 ആക്കിയാല് 10 കൊണ്ട് കുടിച്ചാല് 300 അല്ലെ, 300. പിന്നെ 6 നോമ്പ് കൂടെ വരുമ്പോ എത്രയായി? 360. മനസ്സിലായി? 360. അപ്പൊ ഒരു വർഷം മുഴുവനായി. ഒരു വർഷം ഹിലാലി കണക്കനുസരിച്ച്, ചന്ദ്രമാസ കണക്കനുസരിച്ച് 354 ദിവസവും ഏകദേശം 8 മണിക്കൂറുമാണ്. ഇംഗ്ലീഷ് കണക്കനുസരിച്ച്, ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 365.25 ദിവസമാണ്. ഗ്രിഗോറിയൻ 365 കൂട്ടാം, അത്രയാണ്. പക്ഷെ ഇസ്ലാമിക് കണക്കനുസരിച്ച് 11 ദിവസം കുറവാണ്. ചന്ദ്രമാസ കണക്കനുസരിച്ച് നോക്കും 354 ദിവസവും ഒരു 8 മണിക്കൂർ, കുറഞ്ഞ മണിക്കൂറുകളുമാണ് ഒരു വർഷം. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷത്തിന്റെ മുഴുവൻ വർഷവും ആ വർഷം മുഴുവൻ നോമ്പ് പിടിച്ചതുപോലെ ഈ 6 നോമ്പുകളും കൂടി പിടിച്ചാൽ ആയിത്തീരുന്നതാണ്. അത് എന്ത് ചെയ്തു? അത് വർഷം മുഴുവൻ നോമ്പ് പിടിച്ചതിന് തുല്യമാണ് എന്ന് വർഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നോമ്പുകൾ പ്രത്യേകം എന്താണ്? സുന്നത്ത്. ചില ആളുകൾ വലിയ പെരുന്നാളിന്റെ ദിവസം ഈ നോമ്പ് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ വലിയ പെരുന്നാളിന്റെ പിറ്റേ ദിവസം പോലും നോമ്പുണ്ടെന്ന് വിചാരിക്കുന്ന പലരും. അത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയ്യാമുൽ തശ്രീക്ക് നോമ്പ് പിടിക്കുന്ന ഹറാമാണ്. നമ്മൾ പറഞ്ഞു 2 പെരുന്നാള്, അയ്യാമുൽ തശ്രീക്ക് ഈ ദിവസങ്ങൾ നോമ്പ് പിടിക്കുന്ന ഹറാമാണ് എന്നും നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോ പക്ഷെ ചില ആളുകള് ഈ ചെറിയ പെരുന്നാളിന്റെ പിറ്റേ ദിവസം പോലും നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്നത് പോലെ കണക്കാക്കിയിട്ട് വലിയ പെരുന്നാളിന്റെ പിറ്റേ ദിവസം പോലും നോമ്പ് പിടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരോട് പറഞ്ഞ് നോമ്പ് വിടാൻ പറഞ്ഞവരോ നോമ്പ് വിടിയിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളൊക്കെ പാവങ്ങള് നല്ലൊരു വിഭാഗത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിലപ്പോൾ ചെയ്തു പോകും, തെറ്റാണ്. അതുപോലെ റജബ്, അഷ്ഹൂറുൽ ഹുറും, പവിത്രമായ മാസങ്ങൾ റജബ്, ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, ഈ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. യുദ്ധം നിരോധിക്കപ്പെട്ടിട്ടുള്ള മാസങ്ങളാണ്. അതുപോലെ ഹജ്ജിന്റെയും ഒക്കെ മാസങ്ങളാണ്. വലിയ പ്രധാനപ്പെട്ട ഇബാദത്തുകളുടെ മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം ഒന്നുണ്ട്, പ്രത്യേകം സുന്നത്താണ്. ആ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കും. പിന്നെ അയ്യാമുൽ ബീദ്, അയ്യാമുൽ ബീദിന് നോമ്പ് പ്രത്യേകം സുന്നത്താണ്. അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാല് അതുപോലെ അയ്യാമു സൂദും ഉണ്ട്, രണ്ടും സുന്നത്താണ്. ഓരോ ചന്ദ്രമാസത്തിന്റെയും മധ്യ ദിവസങ്ങൾക്കാണ് നമ്മൾ അയ്യാമുൽ ബീദ് എന്ന് പറയുന്നത്. അത് 13, 14, 15. ചന്ദ്രമാസത്തിന്റെ മധ്യം 14, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 13, 14, 15 ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം എന്തുണ്ട്? സുന്നത്താണ്. അതുപോലെ സൂദ്, അയ്യാമു സൂദ് ഉണ്ട്. എത്രയാണ്? 28, 29, 30 ഈ ദിവസങ്ങളിലും പ്രത്യേകം നോമ്പ് പിടിക്കൽ സുന്നത്താണെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നവർക്കെല്ലാം ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള നോമ്പുകൾ പിടിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് സുന്നത്തായ നോമ്പ് പിടിച്ചിരിക്കുകയാണ്. അയാൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോമ്പ് മുറിക്കുന്നതിന് വിരോധം. ഉദാഹരണമായിട്ട് താനൊരു അതിഥിയായ ഒരു സ്ഥലത്ത് ചെന്നു. അപ്പൊ അതിഥിയെ നമ്മളെ സൽക്കരിക്കാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമം, ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുണ്ടാവും? നോമ്പ് നമ്മൾ മുറിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു വിവാഹത്തിന്റെ സദസ്സിൽ നമ്മൾ പോയി, നമ്മൾ നോമ്പുകാരാണ്, നോമ്പ് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കില്ല. അപ്പൊ അത് വീട്ടിൽ
വീട്ടുകാരനെ ആതിഥേയനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുന്ന ആൾക്ക് സ്വന്തം അവന്റെ തങ്ങളൊരു ദിവസം തങ്ങളുടെ വീട്ടുകാരുടെ അടുക്കൽ വന്ന് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാം, ഒന്നുമില്ല. നബി തങ്ങൾ സായി നോമ്പ് പിടിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തങ്ങളൊന്ന് നോമ്പ് പിടിക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയും നോമ്പ് പിടിക്കാവുന്നതാണ്. നോമ്പ് മുറിക്കുന്നതിന് സുന്നത്ത് നോമ്പ് മുറിക്കുന്നതിനും അത്യാവശ്യം മോൾ പറഞ്ഞ ഘട്ടങ്ങളിൽ കുഴപ്പമില്ല. അതുപോലെ മറ്റൊരു വിഷയമുള്ളത് സൗമുൽ വിസാല്, അത് ഹറാമാണ്. വിസാലിന്റെ നോമ്പ് എന്ന് പറഞ്ഞാല് 2 നോമ്പ് ചേർത്ത് പിടിക്കുക. ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളത് 48 മണിക്കൂറാക്കുക. 24 മണിക്കൂറല്ല, ഉദയം മുതൽ പ്രഭാതം മുതൽ മഗ്‌രിബ് വരെയാണല്ലോ നോമ്പ്. മഗ്‌രിബിന് നോമ്പ് മുറിക്കാതെ എന്ത് ചെയ്യാം, അടുത്ത ദിവസം വീണ്ടും ഇടത്താഴം ഒന്നും കഴിക്കാതെ നോമ്പ് തുറക്കാതെ വീണ്ടും എന്ത് ചെയ്യാം, നോമ്പ് പിടിക്കുക. ഇതിന് വിസാൽ എന്ന് പറയും. മനസ്സിലായത്? അപ്പൊ ഈ നോമ്പ് ഹറാമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, 2 ദിവസമോ അല്ല അതിൽ കൂടുതലോ ദിവസങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് പിടിക്കുന്നത് ഹറാമാണ് എന്ന് നിമിഷം പഠിപ്പിച്ചു. ഇനി നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അത് രോഗം കൂടുമെന്ന് ഭയപ്പെടുന്ന ആളുകൾ, ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പിന്നെ യാത്രയുടെ ക്ലേശങ്ങൾ കണക്കാക്കാനില്ല. ദീർഘദൂര യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് നമ്മൾ മസാഫത്തുൽ ഖസർ 81 കിലോമീറ്റർ പോലുള്ള ദൂരെ യാത്ര ചെയ്യുന്ന ആൾക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. പക്ഷെ നോമ്പ് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, വേറെ ബുദ്ധിമുട്ടൊന്നും പ്രയാസമൊന്നും ഇല്ലെങ്കിൽ. പക്ഷെ നോമ്പ് വിടണമെങ്കിൽ പ്രഭാതത്തിന് മുമ്പ് യാത്ര പുറപ്പെട്ടിരിക്കാം. അതുപോലെ മരണം ഭയപ്പെടുന്ന തരത്തിൽ വിശപ്പോ ദാഹമോ ഉണ്ടാകുമെന്ന് പേടിക്കുന്ന ആൾക്കും നോമ്പ് പിടിക്കേണ്ടതില്ല. അതുപോലെ സ്വന്തം ശരീരത്തിനോ കുഞ്ഞിനോ കുഴപ്പമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന ഗർഭിണിയും മുലയൂട്ടുന്ന അവരും എന്ത് ചെയ്യേണ്ടതില്ല, നോമ്പ് പിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഗർഭിണി, മുലയൂട്ടുന്ന സ്ത്രീ, അവരെ സംബന്ധിക്കും. വാർദ്ധക്യം ബാധിച്ച് വൃദ്ധയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പിടിക്കേണ്ടതില്ല. പക്ഷെ അവര് നമ്മൾ നേരത്തെ പറയുന്ന കഫാറ കൊടുക്കേണ്ടത് നിർബന്ധമായിത്തീരും. അതുപോലെ ആർത്തവവും പ്രസവവും പുറപ്പെടുന്ന പ്രസവക്കാരി ഈ നോമ്പ് പിടിക്കാൻ പാടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അവർ വേറൊരു ദിവസം ആ നോമ്പ് പിടിച്ച് ഖളാ വീട്ടുണ്ട്. ഇനി മയ്യിത്ത്, ഒരാൾ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന് നോമ്പ് ഖളാ വീട്ടാനുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? ന്യായമായ കാരണം ഉണ്ടായിരുന്നാൽ നോമ്പ് ഉപേക്ഷിക്കുന്നതിന് വിരോധമില്ല. ആ സാഹചര്യത്തിൽ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചു, പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു പോയി, നോമ്പ് ഖളാ വീട്ടാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പൊ നമ്മൾ നോക്കണം, നോമ്പ് ഖളാ വീട്ടാൻ അവസരം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചതെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്നും അനന്തരാവകാശികളും നോമ്പ് പിടിച്ചു വീട്ടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്നും ഓരോ നോമ്പിനും പകരമായി നമ്മൾ മുകളിൽ പറഞ്ഞ ഒരു മുത്ത് ഭക്ഷണ സാധനങ്ങൾ ദാനം ചെയ്യുകയോ ചെയ്യാം. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ബന്ധു, അതായത് നോമ്പ് ഉപേക്ഷിച്ചു രോഗത്തിന്റെ പേരിൽ, കാരണത്തിന്റെ പേരിൽ, പക്ഷെ ഖളാ വീട്ടാൻ അവസരം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് എങ്കിൽ അവസരം കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ നോമ്പ് പിടിക്കണം, ബന്ധുക്കൾ നോമ്പ് പിടിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസത്തേക്ക് ഒരു മുദ്ദ് വീതം ആഹാരം ദാനം ചെയ്യണം, സദഖ ചെയ്യണം. അതാണ് വേണ്ടത്. ഇനി ഖളാ വീട്ടുന്നതോടൊപ്പം ചിലപ്പോൾ കഫാറ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ച ഒരാള് നോമ്പിന്റെ സമയത്ത് മനഃപൂർവ്വം ഭാര്യ-ഭർതൃ ബന്ധത്തിൽ സംയോഗത്തിൽ ഏർപ്പെടും. എന്നാൽ ഇയാള് പിന്നീട് ഖളാ വീട്ടണം എന്ന് മാത്രമല്ല കഫാറ കൊടുക്കുകയും ചെയ്യണം. കഫാറ എന്താ? ഒരടിമയെ മോചിപ്പിക്കുക. അന്നത്തെ കാലത്ത്, അടിമയുള്ള കാലത്ത് ഒരടിമയെ മോചിപ്പിക്കണം. വലിയൊരു തുക അടിമയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. പിന്നെ അതിന് കഴിയാത്ത ഒരാള് 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കും. റമളാനിലെ ഭാര്യ-ഭർതൃ ബന്ധത്തിൽ ഒരാള് മനഃപൂർവ്വം നോമ്പുകാരനായിട്ട് ബന്ധപ്പെട്ടാല് എന്ത് ചെയ്യണം? ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കുക, അതില്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ്. ഇനി അതിനും കഴിവില്ലെങ്കിൽ 60 സാധുക്കൾക്ക് ആഹാരം കൊടുക്കും.
ഒന്ന് അടുത്തത് അതിന് കഴിയാത്തപ്പോഴേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടിമയെ മോചിപ്പിക്കാൻ കഴിയുന്നില്ല, ഇപ്പൊ അടിമയില്ല, മോചിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത ചോയ്സ് ഉള്ളത് നമുക്ക് 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കാം. അതില്ലെങ്കിലാണ് നോമ്പ് പിടിക്കാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല എങ്കിലാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 60 സാധുക്കൾക്ക് എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും ഒരു മുദ്ദ് വീതം ഭക്ഷണം കൊടുക്കണം. പിന്നെ റമദാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇഅ്തികാഫ്. പള്ളിയിൽ ഇബാദത്ത്, ഇഅ്തികാഫിനെ കരുതി പള്ളിയിൽ ഞാൻ കഴിഞ്ഞുകൂടാൻ ഇഅ്തികാഫ് നിയ്യത്ത് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടെ എന്ത് ചെയ്യാം, പള്ളിയിൽ കഴിയലാണ് കഴിയണം. ഇതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇതിനാണ് നമ്മൾ ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഞാൻ ഈ പള്ളിയിൽ കുറച്ച് സമയം ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ കഴിഞ്ഞുകൂടാൻ വിചാരിക്കുന്നു. ഒരു ദിവസം 10 ദിവസമെങ്കിൽ 10 ദിവസം എത്രയാണ്, അല്പനേരമാണെങ്കിലും കുഴപ്പമില്ല, സുന്നത്താണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിൽ കയറുമ്പോൾ എപ്പോഴും നബയ്തുൽ ഇഅ്തികാഫ് ഫീ മസ്ജിദില്ലാഹി തആല, ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്യുന്നു, കരുതുന്നു, ഉദ്ദേശിക്കുന്നു എന്നുള്ള നെയ്യത്ത് ചെയ്യുന്നത് സുന്നത്താണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരെ നമ്മൾ ഇഅ്തികാഫിന്റെ അപ്പുറത്ത് പോലെ നമുക്ക് കിട്ടുന്നതാണ്. റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. റമദാനിൽ എപ്പോഴും ചെയ്യാം, സാധാരണ ദിവസങ്ങളിലും ചെയ്യാം. എന്നാൽ റമദാന്റെ അവസാനത്തെ 10 വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മനസ്സിലായില്ലേ? കാരണം ആ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ലൈലത്തുൽ ഖദർ ഉണ്ടാകാനുള്ള സാധ്യത, ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയും. ലൈലത്തുൽ ഖദർ ഒരാൾക്ക് ലഭിച്ചാൽ നമ്മൾ ഖുർആനിൽ പഠിച്ചു വന്നിട്ടുണ്ട്, ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 1000 മാസം തുടർച്ചയായിട്ട് ഒരാവശ്യത്തിനും പോകാതെ, മലമൂത്ര വിസർജനത്തിന് പോലും പോകാതെ എന്ന് സങ്കല്പിച്ചാൽ ആ നിലയിൽ ഒരാൾ ഇബാദത്ത് ചെയ്താൽ എന്തു കൂലി കിട്ടോ അത്രയും കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുമെന്ന് അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് അവസാനത്തെ 10 ഇഅ്തികാഫ് പ്രാധാന്യത്തോട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. നിശ്ചിത ദിവസങ്ങൾക്ക് ഒരാൾ ഇഅ്തികാഫ് വരുത്തി മസ്ജിദിൽ താമസിക്കുന്ന ഒരു വ്യക്തി പ്രത്യേക കാരണമൊന്നുമില്ലാതെ മസ്ജിദിൽ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാൽ ഇഅ്തികാഫ് ബാത്തിലായി. അപ്പൊ 10 ദിവസം ഒരാൾ ഇഅ്തികാഫ് ചെയ്യുന്ന ആള് അയാൾ അത്യാവശ്യ കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കും. മലമൂത്ര വിസർജനങ്ങൾ പോലുള്ള കാര്യങ്ങൾക്ക്, അത്യാവശ്യം കുളി പോലുള്ള കാര്യങ്ങൾക്ക് വെളിയിൽ പോകുന്നില്ല. അത് പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്നതിനോ ബാത്റൂമിൽ പോകുന്ന കുഴപ്പമില്ല. അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ അതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇന്ന കാര്യം തന്നെ ഞാൻ പുറത്ത് പോകേണ്ടി വന്നാൽ പോകും എന്നുള്ള നിലയിൽ എന്ത് ചെയ്യണം, നിയ്യത്ത് ചെയ്യും. ഇഅ്തികാഫ് എന്ന് പറയുന്നത് ഏത് സമയം നമുക്ക് പള്ളിയിൽ ചെയ്യാവുന്നതാണ്. റമദാനിൽ അവസാനത്തെ 10 പ്രത്യേകം ശ്രേഷ്ഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ എല്ലാ മാസവും എല്ലാ റമദാനിലും 10 ദിവസം തങ്ങളെ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. തങ്ങൾ വഫാത്തായ വർഷം 20 ദിവസം ഇഅ്തികാഫ്. കാരണം എന്ന് റിവായത്തിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞു, റമദാനിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. തന്നെ അല്ലെങ്കിൽ തന്നെ 10 ദിവസം ഇഅ്തികാഫ് റമദാന്റെ ദിവസങ്ങളാണ് അങ്ങേയറ്റ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നമ്മൾ ഇബാദത്തിലായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞുകൂടുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇഅ്തികാഫ് എന്ന് പറയാൻ പറ്റില്ല. നല്ല ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടി രാത്രി സമയങ്ങളിൽ ഖുർആൻ ശരീഫ് ഓതലും നമസ്കാരവും തസ്ബീഹും ഇസ്തിഗ്ഫാറും പോലുള്ള കാര്യങ്ങളായിട്ട് കൂടുകയാണ് ഏറ്റവും നല്ലത്. ഇഅ്തികാഫ് എന്ന് പറയുന്നത് പള്ളിയിൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നമ്മളൊരു നിസ്കരിക്കുന്ന സ്ഥലം തയ്യാറാക്കിയാൽ അത് ഇഅ്തികാഫ് ആവൂല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തയ്യാറാക്കിയിട്ട് കാര്യമില്ല. ഇല്ലിപ്പോ നമ്മൾ പള്ളിയായിട്ട് ഓക്കുപ് ചെയ്ത ഒരു ഏരിയ വീട്ടിലുണ്ടാകണം. പക്ഷെ അത് സൂക്ഷ്മതയ്ക്ക് നല്ലതല്ല. കാരണം ജനാപത്തുകാര്, ഹൈലുകാരിയായ സ്ത്രീകളൊക്കെ ആ സ്ഥലത്ത് പോകുമല്ലോ. അതുകൊണ്ട് അങ്ങനെ പള്ളിയായിട്ട് പ്രത്യേകിച്ച് റൂമ് കരുതാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ശുദ്ധി വൃത്തിയൊന്നും നമുക്ക് പാലിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ഇങ്ങനെ ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടുക, തസ്ബീഹ് ഇസ്തിഗ്ഫാർ പോലുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പിന്നെ അവർ ആഖിറത്തിൽ വിജയിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി